ദൈവനാമത്തിന് സ്തോത്രം. ഒരു പ്രഭാതം കൂടി ദാനമായി നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന മുഴുവൻ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഭൂമിയുടെ 5 വൻകരകളിലും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളിലും പട്ടണങ്ങളിലും ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന ദൈവശബ്ദം അത് വിടുതലായി വെളിപ്പെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കടന്നു വരാമല്ലോ. അല്പനിമിഷം ധ്യാനിപ്പാൻ ഈ പ്രഭാതത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അല്ലയോ യജമാനനായ യഹോവേ, നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? ഇവിടെ സ്വർഗത്തിലെ ദൈവം ഈ 6-ാമത്തെ പുസ്തകത്തിനകത്ത് 11-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഗിദെയോൻ അവരെ രക്ഷിക്കുന്നു. സ്തോത്രം. ഒരു വലിയ പാളയം അവരുടെ മുൻപിൽ നിരന്നു നിൽപ്പുണ്ട്. ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു തലമാണ്. ഒരിക്കലും സാധ്യതയില്ല, രക്ഷപ്പെടില്ല
ഞങ്ങൾ ഈ മണ്ണിൽ മരിക്കും, ഒരു പ്രതീക്ഷയുമില്ല, ജയമില്ല, ജയിക്കാൻ കഴിയത്തില്ല എന്ന് ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, ഹൃദയതലങ്ങൾ ഞെരങ്ങുകയാണെങ്കിൽ, ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. ദൈവസന്നിധിയിൽ ദൈവം എന്നോട് ഇടപെടാൻ പറയുന്നു. നിന്നെ പരാജയപ്പെടുത്താൻ നിൽക്കുന്ന പാളയത്തിൽ നിന്നോട് കൂടെ ഈ പ്രഭാതത്തിൽ ഞാൻ ഇറങ്ങുകയാണ്. എത്രയോ നാളുകളായി ചോദിക്കുന്നു, കർത്താവേ, നീ എന്നോട് കൂടെ ഉണ്ട്, എൻ്റെ കുടുംബത്തിൽ നീ ഉണ്ട്, പക്ഷേ ഇതെല്ലാം എന്തിനാ ഭവിക്കുന്നത്? പരാജയം, പരാജയം, പരാജയം. മുമ്പിലോട്ടൊന്നും പോകാൻ കഴിയാതെ എപ്പോഴും പരാജയമാണ്. ഇന്ന് പകലിൽ വിശ്വസിക്ക്, നീ ഇന്ന് പകലിൽ ചില ജാതികളെ ജയിക്കാൻ പോകയാ. 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് സ്തോത്രം. ഓക്കെ, ദൂതൻ വന്ന് അവനോട് പറയുകയാ, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വച്ച് ദൈവത്തിന് ചില വിധങ്ങൾ ജനത്തിൻ്റെ ഇടയിലും കൊടുക്കുക. പലപ്പോഴും അങ്ങനെയല്ലേ? കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ എല്ലാം ഡിഫറൻ്റ് അല്ലേ? കർത്താവ് എന്ത് ചെയ്താലും അതെല്ലാം വ്യത്യസ്തമായ തരത്തിലാണ്. ഓരോ ശുശ്രൂഷകളും അതിൻ്റെതായ നിലയിൽ ഇതുവരെ കാണാത്തതും ഇതുവരെ ആരും ചെയ്യാത്തതുമായ ഡിഫറൻ്റ് ആയിട്ടുള്ള ശുശ്രൂഷകൾ ദൈവം നമ്മുടെ ഇടയിൽ ചെയ്യും. കർത്താവ് ഇന്ന് പകലിൽ ചില കുടുംബങ്ങൾക്കകത്ത് ചില വിടുതലുകൾ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ചിലത് എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ഈ വിഷയത്തിൽ ജയിക്കത്തില്ല, ഞാൻ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു പോകും. ദൈവം പറയുക, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറയുന്നു. സ്തോത്രം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. യെസ്, പറയാമോ? ഞാൻ റെഡിയാ ദൈവമേ, എൻ്റെ കൂടെ നീ ഉണ്ട് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ റെഡിയാ, അങ്ങ് അരുളി ചെയ്യണമേ, ഞാൻ റെഡിയാ കർത്താവേ എന്ന് പറയാൻ ഇന്ന് പകൽക്കാലം തയ്യാറാണോ? 22-ാം വാക്യം പറയുന്നു, അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ? മുഖാമുഖമായി കണ്ടു. നീ ചിലത് മുഖാമുഖമായി കാണാൻ പോകുക. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ചെയ്തെടുക്കുന്നു. ഇന്ന് പകൽ അഭിഷേകത്തിനെ നിങ്ങൾ ചിലത് ഇന്ന് പകൽ മുഖാമുഖമായി കാണാൻ പോകുക. ഇന്നലകളിൽ അശരീരി ശബ്ദത്തോടുകൂടെ ചിലത് ചില ശബ്ദത്തോടും ചില നിലയിൽ നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ, എന്നാൽ ഇന്ന് നിങ്ങൾ മുഖാമുഖമായി കണ്ട്
ദൈവത്തോട് സംസാരിക്കാൻ പോയ സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. ഭയങ്കര ദൂത. ഈ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ മരിക്കാൻ ആഗ്രഹിക്കുക. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നു കേട്ടോ. അഭിഷത്തനെ നിങ്ങളോടാ സംസാരിക്കുന്നേ, അഭിഷത്തയെ നിങ്ങളോടാ ഇടപെടുന്നേ. വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും നിങ്ങളുടെ മുൻപിൽ ആ വിഷയങ്ങൾ എത്ര വലുതായി തോന്നിയാലും ഇവിടെ കർത്താവ് പറയുന്നു, നീ മരിക്കുകയില്ല ഗിദെയോനെ, നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം നിന്റെ കൂടെ ഞാൻ ഇന്ന് പകൽക്കാലം ഉണ്ട്. നീ ഒന്ന് മരിച്ചു കാണാൻ, നിന്റെ തകർച്ച കാണാൻ ശത്രു വളരെ ശക്തമായി പരിശ്രമിക്കുമ്പോൾ ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം അതിശക്തമായി വിളിച്ചു പറയുന്നു, നീ ഭാരപ്പെടണ്ട, പേടിക്കണ്ട, നിന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല. 24-ാം വാക്യം, ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗം പീഠം പണിതു. അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. അതിന്നുവരെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നിൽക്കുകയാ. സ്തോത്രം. ഇപ്പം ചിലത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ പണിയാൻ തുടങ്ങിയാൽ അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയെ ആയ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ട് ചെന്ന് നിന്റെ അപ്പനുള്ള ബാൽ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര്യ പ്രതിഷ്ഠയെ വെട്ടിക്കളക. അതിനരികിൽ ചില അശേര്യ പ്രതിഷ്ഠകൾ, ദൈവത്തിന് ഹിതമല്ലാത്തത്, ദൈവം ഇഷ്ടപ്പെടാത്തത്, ഇന്ന് ചിലത് പൊളിക്കാൻ നീ തയ്യാറായാൽ ദൈവം തീയിറക്കാൻ പോകുക. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇവിടെ വായിച്ച വാക്യം ഇതാണ്, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയായ, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. നിന്നോട് കൂടെയുള്ളവൻ ഉലകത്തെ മെനഞ്ഞവൻ, ലോകത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, രോഗത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, സകല അധികാരങ്ങളെയും ജയിച്ചവൻ, അധികാരത്തിൻ്റെ ഉടമസ്ഥൻ, സകലത്തിൻ്റെ മേലും അധികാരമുള്ളവൻ, സകല ഭൂജല ജന്തുക്കളുടെ മേലും അധികാരമുള്ളവൻ, അടക്കി വാഴാൻ അനുമതി കൊടുത്തവൻ, കൽപ്പന പുറപ്പെടുവിച്ചവൻ എന്ന് പകലിൽ ആ കർത്താവിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ പിന്നെയും മാനിക്കണം, അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.